ഹായ് ഗായ്സ്, വെൽക്കം ടു ബിക്കമിങ് റോസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഫാബ്രിക് പെയിന്റിംഗ് ആണ് ഇന്നത്തെ സബ്ജക്റ്റ്. എന്തുകൊണ്ട് ഞാൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഫാബ്രിക് പെയിന്റിങ്ങിനെ കുറിച്ച് പറയണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട്. ഞാനൊരു 9 വർഷത്തോളമായിട്ട് ഫാബ്രിക് പെയിന്റിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് തന്നെ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ടൊരു എക്സാമ്പിൾ കൊടുക്കാം. ഇത് ഞാൻ ഒരു 5th 6th ഒക്കെ ചെയ്ത ഒരു വർക്കാണ്. ഇത് ഞാൻ 8th 9th ചെയ്ത വർക്കാണ്. അപ്പോൾ ബാക്കി ഞാൻ ചെയ്ത വർക്കുകളൊക്കെ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ വർക്കിൽ നിന്ന് എങ്ങനെ ഈ വർക്കിലേക്കൊക്കെ എത്തി എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇനി മത്സരത്തിന് പോണ കുട്ടികൾക്ക് മാത്രമല്ല, പേരൻസിനായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, പെയിന്റിങ് തുണിയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. എന്ത് മത്സരമാണ് ഇതിന് വരുന്നത് കുട്ടികൾക്ക് എന്ന് ഡൗട്ടുള്ള ചില പേരൻസ് കാണും. LP, UP, HS, HSS അങ്ങനെ 4 വിഭാഗത്തിൽ ഈ മത്സരം വരുന്നുണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കലോത്സവം പോലെ വേറൊരു മത്സരമാണ് ശാസ്ത്രോത്സവം. ശാസ്ത്രോത്സവത്തിന്റെ അകത്ത് വർക്ക് എക്സ്പീരിയൻസ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫാബ്രിക് പെയിന്റിങ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്ലോത്ത് ആണ്. നമുക്ക് മെയിനായിട്ട് മത്സരങ്ങൾക്ക് പോകുമ്പം നല്ല വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് നോക്കിയെടുക്കാം. ഇതിപ്പോ ഇച്ചിരി വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് നോക്കിയെടുക്കാം. ഓക്കെ, മുതിർന്നവർക്കായിക്കോട്ടെ ഏത് ക്ലോത്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇപ്പൊ ഒരു ഷർട്ടിൽ ചെയ്യണം, ഷർട്ടിലും മുണ്ടിലൊക്കെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് മത്സരങ്ങൾക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് കളറ്. കളർ എന്ന് പറയുമ്പം നമുക്ക് എല്ലാം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊക്കെയുള്ള ഷോപ്പുകളിൽ കിട്ടുന്ന ഒരു കളറാണ് ഈ കാണുന്നത്. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട 2 കളറുണ്ട്. വൈറ്റ് നല്ലതാണ്, അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോ. ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്ന കളറ് ഇതിൻ്റെ അകത്ത് കിട്ടത്തില്ല. ഇതിൻ്റെ അകത്തുള്ള യെല്ലോ ലെമൺ യെല്ലോ മാത്രമാണ്. അപ്പം ലെമൺ യെല്ലോ അല്ലാണ്ട് എക്സ്ട്രാ ഒരു കളർ മേടിക്കേണ്ടത് ഗോൾഡൻ യെല്ലോ ആണ്. ഗോൾഡൻ യെല്ലോ വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബിഗനേഴ്സ് ആയിട്ടുള്ളവർക്ക് കൂടുതലും ലൈറ്റ് കളേഴ്സ്, അതായത് സ്കൈ ബ്ലൂ, അങ്ങനെ സ്കിൻ കളർ, അതൊക്കെ നല്ലതായിരിക്കും. ഇത്രയൊക്കെയാണ് കളേഴ്സിന്റെ കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് വരുന്ന മെയിൻ ആയിട്ടൊരു സംഭവമാണ് കാർബൺ പേപ്പർ. മത്സരത്തിന് പോണ കുട്ടികള് ഞാനൊക്കെ ആദ്യം കാർബൺ പേപ്പർ ബ്ലാക്ക്, ബ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്തത്. 4th വെച്ച് ഫസ്റ്റ് ടൈം പോയപ്പോൾ ബ്ലാക്ക്, ബ്ലൂ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം ഈ ബ്ലാക്ക്, ബ്ലൂ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ തുണിയിൽ പരക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യെല്ലോയാണ്. എനിക്ക് യെല്ലോയാണ് പിന്നെയും താല്പര്യം. കാരണം ഞാൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, യെല്ലോ കാർബൺ പേപ്പർ ആണ് ഫാബ്രിക് പെയിന്റിങ്ങിന് ഏറ്റവും നല്ലത്. എവിടെ ചെയ്താലും, മുണ്ടയിലായിക്കോട്ടെ ഷർട്ടയിലായിക്കോട്ടെ, നിങ്ങൾ എവിടെ ചെയ്താലും യെല്ലോ കാർബൺ പേപ്പർ ആയിരിക്കും നല്ലത്. സാധാ കാർബൺ പേപ്പറിന്റെ അത്ര റേറ്റ് തന്നെ വരുള്ളൂ. പിന്നെ A3 സൈസും കിട്ടും. A4 ഉണ്ട്, A3 ഉണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറയുമ്പം ഫാബ്രിക് പെയിന്റിങ് തുടക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കാണില്ല. അതായത് ഫസ്റ്റ് ടൈം ഒക്കെ പോണവർക്ക്. ഇതിപ്പോ 3 സൈസ് ഉണ്ട് എൻ്റെ കയ്യില്. അപ്പം ഇത് ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എങ്ങനെയാ ഈ തുണി വെച്ചിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ ഇതിന്റെ അകത്ത് ഇത്രയും ടൈറ്റ് ആക്കാം, നന്നായിട്ട് ടൈറ്റ് ആക്കണം. നന്നായിട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെ താന്നു പോകുന്നത് കുറയും. അപ്പൊ നന്നായിട്ട് ടൈറ്റ് ആക്കുക. അപ്പം നിങ്ങളിപ്പോ കണ്ട പോലെ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ എന്റെ ഫ്രെയിമിന്റെ അകത്ത്. ആ ഒരു ഡിസ്റ്റൻസ് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ടൈറ്റ് ആക്കി കഴിയുമ്പം ഡിസ്റ്റൻസ് വരും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മനസ്സിലായോ? അതായത് ഡെസ്കിലേക്ക് ഇങ്ങനെ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പുറത്ത് പോകാതെ നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് കണ്ടോ ഫ്രെയിമിൻ്റെ അകത്ത് വെച്ചാണല്ലോ. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ബ്രഷ് ആൻഡ് പാലറ്റ്. ചിലവര് കുപ്പിന്ന് തന്നെ എടുത്ത് ചെയ്യും. പക്ഷേ ഒന്ന് ഓർക്കുക, പാലറ്റ് ഓർമ്മ ഉള്ളത് ഏറ്റവും നല്ലതാണ്. അത് ഈ പെയിന്റ് എടുക്കുന്ന രീതിയിലാണെങ്കിലും പാലറ്റിൽ നിന്ന് നമുക്ക് പെയിന്റ് എടുക്കുമ്പം ബ്രഷിലേക്ക് കുറച്ച് ഇൻക്ലൂഡ് ആവുള്ളൂ. അപ്പൊ ഒത്തിരി ഇൻക്ലൂഡ് ആവൂല, അത് വൃത്തികേടാകൂല, നമുക്ക് സുഖമായിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അതിപ്പോ പാലറ്റ് ഇല്ലെങ്കിൽ സാധാ നമ്മുടെ വീട്ടിലെ പ്ലേറ്റ് ആണേലും മതി, ചില്ല് പ്ലേറ്റ് ആണേലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രഷ് യൂസ് ചെയ്യുമ്പം ഏറ്റവും നല്ലത് ഞാൻ പറയുക റൗണ്ട് ബ്രഷാണ്.
റൗണ്ട് ബ്രഷ് എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബ്രഷ് വെച്ച് പൂക്കളൊക്കെ ചെയ്യുന്ന കാണും. ഓക്കെ, അത് ഈ നമുക്ക് മത്സരം അല്ലാത്ത കുട്ടികൾക്കുള്ളത് നല്ലതാണ്. സബ് ജില്ലയും ജില്ലയൊക്കെ പോവാത്തവർക്ക് ഫ്ലാറ്റ് ബ്രഷ് നല്ലതാണ്. പക്ഷെ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക റൗണ്ട് ബ്രഷ് ആണ്. റൗണ്ട് ബ്രഷ് അത്യാവശ്യം എല്ലാ സൈസിലും ഉള്ളത് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വേണ്ടത് ഒരു ബൗളാണ്. ബൗൾ മീൻസ് വെള്ളം എടുക്കാൻ വേണ്ടി ഒരു കുപ്പി, അത് അത്യാവശ്യമാണ്. ബ്രഷ് കഴുകാനൊക്കെ നമുക്ക് അത്യാവശ്യമാണ് ബൗള്. പിന്നെ വേസ്റ്റ് അല്ലെങ്കിൽ തുണിയോ ക്ലോത്തോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ്, മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുക. പിന്നെ വേണ്ടത് എന്താണ്? പെൻസിൽ വേണം കേട്ടോ, ഞാനത് വിട്ടുപോയി. നമ്മൾ കോപ്പി ചെയ്യണമെങ്കിൽ പെൻസിൽ വേണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഹയർ ആണെങ്കിൽ പേന യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയും മെറ്റീരിയൽ ഒക്കെയാണ് ഞാൻ ഫാബ്രിക് പെയിന്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. മുതിർന്നവരോടാണ്, നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. മുണ്ടിലാണെങ്കിൽ മുണ്ടില്, ഷർട്ടിലാണെങ്കിൽ ഷർട്ടില്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം ഫാബ്രിക് പെയിന്റിങ്. ഈ കളർ അല്ലാണ്ട് വേറെ കളറും യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന കളേഴ്സ് ആണ് ഈ ബോക്സിലുള്ള കളേഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബോക്സിലുള്ള കളേഴ്സ് തന്നെ ഞാൻ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽസിന്റെ കാര്യം. കൂടുതലും പൂക്കളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോൾ വേറെ ടൈപ്പ് ചിത്രങ്ങൾ കിട്ടും. അതിൻ്റെ അകത്ത് 2 എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കാം. സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ കിട്ടിയ 2 വർക്കുകളാണ്. ഓക്കെ, അപ്പം പൂക്കള് നമുക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ട്, മനസ്സിലായോ? പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ശ്രദ്ധിക്കുക. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അവരെന്തായാലും നോക്കും. ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു ഫിഗറിന്റെ അകത്ത് മാത്രമേ കളർ ചെയ്യാവുള്ളൂ. മത്സരത്തിന് പോണ കുട്ടികളോടാട്ടോ പറയുന്നേ, ഈ ഫിഗറിന്റെ അകത്ത് മാത്രമേ കളർ ചെയ്യാവുള്ളൂ. എല്ലാം പ്രത്യേകതയായിട്ടൊരു കാര്യം ഞാൻ പറയാം, പ്രാക്ടീസ്. ഓക്കെ, അതിപ്പം നിങ്ങൾ ഇങ്ങനത്തെ തുണി തന്നെ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എങ്ങനത്തെ തുണിയാണേലും കുഴപ്പമില്ല. അങ്ങനെ തുണികൾ ഇവിടുന്നാണേലും കുഴപ്പമില്ല. വൈറ്റ് തുണിയിൽ ചെയ്ത് 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 തന്നെ പഠിക്കുക. എന്നാലേ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ഫാബ്രിക് പെയിന്റിങ് ഞാൻ മുമ്പ് കാണിച്ച പോലെ ഇങ്ങനെയൊക്കെ വർക്കുകളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരാണ് കിട്ടിയില്ല എന്ന് വെച്ച് പേടിക്കണ്ട, എല്ലാവരും ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഓർക്കുന്നു. അതായത് കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, ഇഷ്ടമുള്ള തുണിയെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഫാബ്രിക് പെയിന്റിങ്ങിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. എല്ലാവരും കമന്റ് ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ലൈഫ് സ്റ്റൈലും ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഒരുപാട് താങ്ക് യു സോ മച്ച്.